ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന വളരെ നല്ല നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്സൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. ആദ്യത്തെ ടിപ്പ്, 2 ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ചെറിയ ക്യാൻഡിലും എടുത്തിട്ടുണ്ട്. ഒരേ വലുപ്പത്തിലുള്ള ക്യാൻഡിലാണ് എടുത്തിരിക്കുന്നത്. ആ ക്യാൻഡിൽ ആ കുപ്പിയുടെ ഉള്ളിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയും ഒരു കുപ്പിയിൽ ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, മറ്റേ കുപ്പിയിൽ ഒന്നും ഒഴിക്കുന്നില്ല. എന്നിട്ട് 2 ക്യാൻഡിലും വേറൊരു ക്യാൻഡിലും കൊണ്ട് കത്തിച്ച് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ടൈമർ ഓണാക്കി വെക്കുന്നുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് നോക്കുന്നത് ഏത് ക്യാൻഡിലാണ് ഏറ്റവും പെട്ടെന്ന് തീരുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ഓയിൽ ഒഴിച്ച ക്യാൻഡിലാണെങ്കിൽ വളരെ സ്ലോലിയാണ് തീരുന്നത്. മറ്റേ ക്യാൻഡിലാണെങ്കിൽ പെട്ടെന്ന് തീരുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം കറണ്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്കിടയിൽ ആദ്യം ക്യാൻഡിലൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ചെറിയ ക്യാൻഡിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുപ്പിയിൽ ഓയിലും ഒഴിച്ചിട്ട് നമുക്ക് ഈ ക്യാൻഡിൽ കത്തിച്ച് വെച്ച് നമുക്ക് കുറേ നേരം ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഇടയ്ക്ക് ഞാൻ കൈ കൊണ്ട് നോക്കുന്നുണ്ട് ആ ക്യാൻഡിലിൻ്റെ ചൂട് ഒക്കെ മൊബൈലോട്ട് ഒത്തിരി ഉണ്ടോ എന്നൊക്കെ, നല്ല ഗ്യാപ്പ് ഉണ്ടോ എന്നൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ വെച്ചേക്കുന്നതെന്നൊക്കെ കാണിക്കാനായിട്ടാണ് കൈ ഇങ്ങനെ കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കൈ മുട്ടിയിട്ട് ആ ടൈമർ സെറ്റ് ചെയ്ത് പോയി. പിന്നെ ഞാൻ സ്റ്റോപ്പ് വാച്ചായിരുന്നു സെറ്റ് ചെയ്തത്. പിന്നെ ഞാൻ ടൈമർ 4 മിനിറ്റ് വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് പിന്നെ കാണുന്നത്. അങ്ങനെ 2 പ്രാവശ്യം പിന്നെയും ഓടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ക്യാൻഡിൽ പെട്ടെന്ന് തീരത്തില്ല. മറ്റേ ക്യാൻഡിലാണ് പെട്ടെന്ന് തീർന്നു. അപ്പോൾ നമുക്കിടെ ഒരു ചെറിയൊരു പീസായാലും മതി, നമുക്ക് ശകലം ഒരു വെളിച്ചെണ്ണയും മതി. വെളിച്ചെണ്ണ ഓയിൽ എന്തായിക്കോട്ടെ അത് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് കുറേ നേരം ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ക്യാൻഡിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു 10 വർഷം ഉപയോഗിക്കാം. അതേപോലെ നമുക്ക് ഈ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നല്ല ടിപ്പാണെന്നെങ്കിൽ ഒരു ലൈക്ക് തരിക. രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു ചെറിയ പാട്ട് സവാള എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് ശകലം കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നു. അതിലേക്ക് ആവശ്യമുള്ള വെള്ളമോട് ഒഴിച്ചു കൊടുത്താണ് മിക്സാക്കി എടുക്കുന്നത്. അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ അതൊരു കവർ ചെയ്യുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുന്നു. അപ്പോൾ അതൊന്ന് ടൈറ്റ് ആക്കാനായിട്ട് ഒരു റബ്ബർ ബാൻഡ് എടുത്താണ് അതൊന്ന് ടൈറ്റ് ആക്കുന്നത്. എക്സസ് ആയിട്ടുള്ള ആ പ്ലാസ്റ്റിക് ആയിട്ട് കിടക്കുന്നതൊക്കെ വെട്ടിക്കളയുന്നുമുണ്ട്. എന്നിട്ട് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ആ പ്ലാസ്റ്റിക് കവറാണെങ്കിൽ ഒന്ന് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഫോർക്കൊന്ന് ചൂടാക്കിയിട്ടാണ് ആ പ്ലാസ്റ്റിക് കവർ ഒന്ന് കുത്തി കൊടുക്കുന്നത്. അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഫ്രിഡ്ജിലുള്ള ബാഡ് സ്മെല്ലൊക്കെ ഇത് അബ്സോർവ് ചെയ്തിട്ട് നല്ല ഫ്രഷ്നെസ് തോന്നും നമ്മുടെ ഫ്രിഡ്ജിനകത്ത് നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തു നോക്കാൻ മറക്കരുത്. ആ സവാളയും ടൂത്ത് പേസ്റ്റായിട്ടുള്ള ആ സൊല്യൂഷൻ ആണെങ്കിൽ ആ ഫ്രിഡ്ജിലെ ആ ബാഡ് സ്മെല്ലെല്ലാം അബ്സോർവ് ചെയ്തിട്ട് നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും നമ്മുടെ ഫ്രിഡ്ജ് തരുന്നത്. അപ്പം ഈ നല്ലൊരു ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് 3 പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ വെള്ളം കുടിച്ചിട്ട് കളയുന്ന ആ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ടോപ്പ് മുകൾ ഭാഗവും ബേസ് ഭാഗവും വെട്ടി കളയുന്നുണ്ട്. അത് പ്ലാസ്റ്റിക് കുപ്പിയുടെ ഒന്നും വെറുതെ കളയാനില്ല. ആ വെട്ടി മാറ്റിയതാണെങ്കിലും വേണ്ടി ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ സെല്ലോ ടേപ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് അതിലോട്ട് ഒരു പേന അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് സെല്ലോ ടേപ്പ് വേണ്ടിയ സമയത്ത് അത് അതിൻ്റെ അറ്റം എവിടെയാണെന്ന് പെട്ടെന്ന് കാണാനായിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ തപ്പി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് ഒഴിവാക്കി നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. നമുക്ക് ഇതുപോലെ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഒരു ഈർക്കിലി ആണെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ്. അന്നേരം അത് നല്ല പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ അത് പെട്ടെന്ന് എടുക്കാൻ നമുക്ക് പറ്റും. എന്നിട്ട് അത് ഒരു സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് 3 ഒരേപോലെ വരത്തക്ക രീതിയിൽ ടൈറ്റായിട്ട് എടുക്കുന്നുണ്ട്.
അപ്പോൾ ആ 3 പ്ലാസ്റ്റിക് ബോട്ടിലും ഒരേപോലെ ടൈറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്, അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒരിടത്ത് മാത്രമേ സ്റ്റിക്ക് ചെയ്തുള്ളൂ, നമുക്ക് 3 ബോട്ടിലും വരത്തക്ക രീതിയിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മൾ മെയിൻ എൻട്രൻസിൽ നിന്ന് വീട്ടിലോട്ട് കയറുന്ന സ്ഥലത്ത് നമുക്ക് ഇത് ഭിത്തിയിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെളിയിലാണെങ്കിലും ഇത് അറ്റാച്ച് കൊടുക്കാം. നമ്മളുടെ എൻട്രൻസിൻ്റെ വെളിയിലാണെങ്കിലും നമുക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൽ എന്താണ് വെക്കുന്നത് വെച്ചാൽ, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ കുടയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചിട്ട് വരുമ്പോൾ അത് നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് അതിലോട്ടൊന്ന് ആക്കി വെച്ചിട്ട് നമുക്ക് റൂമിനകത്ത് അത് നിവർത്തി, നമ്മൾ സാധാരണ ഉണക്കുന്ന നിവർത്തി വെച്ചിട്ട് ചിലപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കും, നമുക്ക് പെട്ടെന്ന് അത് നിവർത്തി വെച്ച് ഉണങ്ങാനായിട്ട് പറ്റത്തില്ലായിരിക്കും. അപ്പോൾ ആ വെള്ളം ഒന്ന് തോരാനായിട്ടാണെങ്കിലും നമുക്ക് ആ കുപ്പിക്കകത്തോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി, കുട മടക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളം താഴെ വന്ന് കിടക്കും. അപ്പോൾ അതിനൊരു താഴെ ഒരു ട്രേ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആ വെള്ളം വന്ന് കിടക്കും. നമുക്ക് കുടയൊന്ന് വെള്ളം ഒന്ന് ഊർന്ന് കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്കത് നിവർത്തി വെച്ചിട്ട് നമുക്ക് എവിടെയാണോ സ്ഥലമുള്ളത് അവിടെ വെച്ച് കൊണ്ടുവച്ചിട്ട് ഉണക്കി എടുക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് പെരയ്ക്കകത്തും വെക്കാം, ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് ഓർക്കണമെന്നൊന്നുമില്ല, കുട എടുത്തിട്ട് ഇറങ്ങണമെന്നൊന്നും നമ്മൾ തിരക്കിനിടയിൽ നമ്മൾ ഓർക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതേപോലെ നമ്മുടെ എൻട്രൻസിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുന്നതിൻ്റെ അവിടെ സൈഡിലായിട്ട് വെക്കുവാണെങ്കിൽ, ഭിത്തിയിൽ ഇതേപോലെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കുട നമ്മൾ മറന്നു പോകത്തില്ല, അത് എടുക്കാനായിട്ട് നമ്മൾ ഓർക്കും. അപ്പം നല്ലൊരു ടിപ്പായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഈ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അടുത്ത 5ാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രോ എടുത്തിട്ടുണ്ട്. ആ സ്ട്രോ അതിൻ്റെ സൈഡിൽ ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ സിസേഴ്സ് കൊണ്ട് ഒന്ന് വെട്ടിയിട്ട് കൊടുക്കണം, ചെറുതായിട്ടൊന്ന് വെട്ടിയിട്ടാൽ മതി. അപ്പോൾ ഒരു സൈഡിൽ വെട്ടിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിലായിട്ട് വേണം മറ്റേ സൈഡിലും ഇതുപോലെ വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് വീണ്ടും ഈ നേരത്തെ വെട്ടിയതിൻ്റെ കുറച്ച് മേളിലായിട്ടാണ് വെട്ടിയിട്ട് കൊടുക്കുന്നത്. മൊത്തം മുറിഞ്ഞു പോകരുത്, ഒരു ചെറിയൊരു വെട്ട് വന്നാൽ മതി. അങ്ങനെ കുറേ വെട്ടിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ യൂസ്ഫുള്ളാണ് നമുക്ക്. ഞാനിപ്പോൾ ഇതെന്താണ് ഞാൻ ഉപയോഗിക്കുന്നത് നമുക്ക് കണ്ടു കളയാം. അപ്പോൾ ഞാൻ സിങ്കിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. സിങ്കിൻ്റെ വെള്ളം പോകുന്ന ഡ്രെയിനേജ് നമുക്ക് മിക്കവാറും സിങ്ക് ബ്ലോക്ക് ആകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ വരുന്നതിന് കാരണം ആ ഉള്ളിൽ അതിൻ്റെ ആ വെള്ളം പോകുന്ന അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ തടഞ്ഞിരുന്നപ്പോൾ ഉണ്ടാവും. നമ്മൾ പാത്രം കഴിയുമ്പോൾ ഉള്ള ആ സ്റ്റീൽ സ്കബർ ചിലപ്പോൾ പൊടിഞ്ഞു വന്നിട്ട് അത് പൊട്ടിപ്പോയിട്ട് അത് അതിനകത്ത് ഇരിപ്പുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ചിക്കനും മീറ്റൊക്കെ കഴിയിട്ട് വരുന്നതിൻ്റെ ആ വേസ്റ്റ് അതിനകത്ത് അടഞ്ഞിരുന്നിട്ട് അത് ബ്ലോക്കായിട്ട് വന്നിട്ടുണ്ടാവുക. അങ്ങനെ നമ്മൾ പാത്രമൊക്കെ കഴിയുമ്പം സിങ്ക് പെട്ടെന്ന് ബ്ലോക്ക് ആകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഇതുപോലൊരു സ്ട്രോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ ആ ഓരോ ഹോളിലൂടെ ഇട്ടിട്ട് പതുക്കെ അതിലൊന്ന് ഇടുക. ഇപ്പോൾ ഇതൊക്കെ ഇടുന്ന സമയത്ത് ആ സ്ട്രോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കറക്കി കൊടുക്കണം. അപ്പോൾ അവിടെ അതിനകത്ത് എന്തെങ്കിലും തടസ്സമായിട്ടുണ്ടെങ്കിൽ അത് ഈ നമ്മൾ ആ വെട്ടിട്ട് കൊടുത്തല്ലോ അതിലോട്ട് വന്ന് ഉടക്കിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് പതുക്കെ പൊക്കിയെടുക്കാവുന്നതാണ്. പൊക്കിയെടുക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് പോലെ തടസ്സം പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അത് നമുക്ക് സ്മൂത്തായിട്ട് തന്നെ ആ സ്ട്രോ പൊക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ആ സ്ട്രോയുടെ നമ്മൾ ആ വെട്ട് കൊടുത്ത് അതിൽ എന്തെങ്കിലും ബ്ലോക്കായിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതിൽ വന്നിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പാത്രം കഴുകി കഴിഞ്ഞിട്ടുള്ള സമയത്ത്, അതുപോലെ ചിക്കനും മീറ്റുമൊക്കെ കഴുകി കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ നമുക്കറിയാം കുറേ ചെറിയ ചെറിയ പാട്ടുകൾ അതിനകത്ത് പോയിട്ട് ബ്ലോക്ക് ആവും. ആ സമയത്തൊക്കെ ഇതുപോലെ നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. ബ്ലോക്ക് വരുന്ന സിങ്ക് ബ്ലോക്ക് ആവുന്ന സമയത്താണെങ്കിലും ഇതേപോലെ നമുക്ക് ആ ഇത് എടുത്ത് മാറ്റാവുന്നതാണ്. നമ്മൾ ഒരിക്കലും കമ്പോ ഒന്ന് ഇട്ട് അങ്ങോട്ട് അകത്തോട്ട് കുത്തരുത്. അങ്ങനെ കുത്തുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു പാട്ടുകളുണ്ടെങ്കിൽ അത് പോയി അടഞ്ഞ് സ്റ്റക്കാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് ഇതേപോലെ ചെയ്ത് നമുക്കത് പൊക്കി എടുത്ത് കളയുകയാണ് ചെയ്യേണ്ടത്.
അപ്പോൾ നല്ലൊരു ടിപ്പായിട്ടാണ് തോന്നിയത്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് പറയണം. അത് കഴിഞ്ഞ് ആ സ്ട്രോ ഇട്ട് അതിലെ സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അതിൽ ഞാൻ ശകലം ഹാർപ്പിക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഹാർപ്പിക് ഒഴിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് നല്ല കിട്ടും. ഈ ടിപ്സ് എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫാമിലിക്ക് ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.